നാച്ചുറൽ അങ്ങേ അറ്റോ കേട്ടോ. ഇവര് രണ്ടാളും ആ അമ്മേനെ ഇപ്പം വിളിക്കാണ്ടിരിക്കാൻ കാരണം ഞാൻ പറഞ്ഞു വേണേ അമ്മ വന്നിട്ട് രാവിലെ മുതൽ പറയുന്നുണ്ട് ഊരിയെടുക്കാൻ പറ്റുന്ന റോസാപ്പൂ. ഇത് നല്ല പാങ്ങുണ്ട് കാണേ അല്ലാണേ. പറയണ്ട ട്വിസ്റ്റ് ആണ് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഇങ്ങനെ നമ്മുടെ കുടുംബം വളർന്ന് ഇന്ന് 12 എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു. നമ്മളെ അൻപിടുന്ന് എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഒരു ടേബിളിന് മുകളിൽ കേക്കും വെച്ച് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അതല്ല നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ആഘോഷം നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം 12 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമെന്നുണ്ടായിരുന്നു. ഏഡിങ്ങും കിട്ടുമോ ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾക്കാണ് 12 ആയിട്ട് ഒന്നല്ല ഒന്നും ഓ 12 ഞാൻ ഇന്ന് തലകുത്തനെ വെക്കണോ കണ്ട ഏഡിങ്ങും കിട്ടുമോ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ അങ്ങേ അറ്റോ 12 ഇന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായേ ഒന്നും നടക്കൂല. അതുകൊണ്ട് തന്നെ എന്താക്കി ഇവള് ചെടി നനക്കുന്നു, ഞാൻ ഇടുന്ന് പൊക്കള വിട്ട് കളിക്കുന്നു, ഇതാ ഒന്നിതാ ഇടുന്ന് നെട്ടാവട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തനെ അത് അപ്പുറത്ത് മെയിൻ ആയിട്ടുള്ള ഒരാള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ വട്ടം കറങ്ങി നടന്നുകൊണ്ടിരിക്കും 10 മിനിറ്റത്തെ വീഡിയോ. നമ്മൾ ഏത് ആഘോഷത്തിനും ഒരു സാധനമുണ്ട്, എന്നാ അത് വേറെ ആരും ചെയ്യാത്തൊരു സാധനം. ഇന്ന് പറയണ്ട ട്വിസ്റ്റ് ആണ് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ആരും ചെയ്യാ അതറിയില്ല ചേട്ടാ. അതുകൊണ്ട് ഇപ്പൊ അതുണ്ട് പരിപാടി. അത് ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. ഏതായാലും ഇവിടെ ചെടിത്തോട്ടലൊന്ന് കാണിച്ചു കൊടുത്താൽ സാധിക്കും. എന്തെങ്കിലും വേറെ ഒന്നും കാണിക്കാനില്ല നമുക്ക്. 12 ആയിട്ടുള്ള സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ. എന്താ ഇവിടെ ആ ഉണങ്ങിക്കരിഞ്ഞെല്ലാം കാണിച്ചു കൊടുക്കുക. നീ ചെയ്യുന്നല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഞാൻ ഈ വെള്ളം കാര്യമായിട്ട് നനക്കുന്നതിൽ നിങ്ങൾ കാണുന്നില്ലേ, എല്ലാം നല്ല എന്താ പറയുക നാടൻ ചെടികളാണേ. ഇതേ നിങ്ങൾ നോക്കണേ, അടുക്കെ ഈർക്കിളീൻ്റെ അത് പ്ലാസ്റ്റിക്കിൻ്റെ പൂ. ഇതൊന്ന് സാഹചര്യം ശരിക്കും സൂം ചെയ്ത് നനച്ചെടുത്തട്ടെ. ഇതിനാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് വെള്ളം നനച്ചു കൊടുക്കുന്നത്. ഒന്നാമത്തെ ഇനിയും ഉണ്ടാവും ആൾക്കാരുണ്ട്. അടുക്ക ഇങ്ങോട്ട് സാഹചര്യം ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് മാറി ഈ വെള്ളം നമുക്ക് സാധനം നോക്കേ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നിട്ട് കാണിച്ചാൽ സാധിക്കാം. അടുക്ക് നീ റോസാപ്പൂ ഊരിയെടുക്കാൻ പറ്റുന്ന റോസാപ്പൂ. എന്റെ അമ്മ സത്യം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുത്തിവെച്ചല്ല, ഇവള് തന്നെ കുത്തിവെച്ച സാധനം. ബാക്കി വന്നത് 2-3 ഉണ്ട്, അത് എടുത്ത് വെച്ചേ ഉള്ളു. അത് എല്ലാ അപ്പുറത്തെ ഈടെ ഒന്നും ഇല്ലടാ ഒറിജിനൽ ചെടി, ഈടെ മൊത്തം പ്ലാസ്റ്റിക്കാ. അപ്പുറം നോക്കിയാ ഈ ചെടീൻ്റെ മുകളിൽ പൂവ് നിങ്ങൾ ലോകത്തേടിയും കണ്ടിട്ടുണ്ടാവില്ല. ഇത് നോക്കിയാ ഒന്ന് അത് ഇലെല്ലാം ഉണ്ടാകട്ടെ. ഇത് പ്രത്യേക തരം ചെടിയാണ്. ഇതാണ് യേശു സ്പെഷ്യൽ ചെടി. ഇതേണ്ട റോസാപ്പൂ അവിടെ വിട്ടു. ഇതെന്നാണ് സാധനം. ഞാനിനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ബാക്കി നിങ്ങൾ കമന്റിൽ തകർത്തോ. വലിയ ഒറിജിനലും ഉണ്ട് കേട്ടോ. ഒറിജിനൽ പൂവ് ഏതെങ്കിലും ഒന്നെങ്കിലും കാണിച്ചു കൊടുത്തില്ല അടുത്ത മുതൽ വീഡിയോയിൽ ഞാൻ നിൽക്കൂലെന്ന് പറയുന്നുണ്ട്. ഇതായിട്ട് ഒന്നുണ്ട് കേട്ടാ. വീടിനോട്ടമ്പരിയുള്ള ചെടികളിൽ 1-2 ഒറിജിനൽ പൂവും ഉണ്ട് കേട്ടാ. വെള്ളം നനക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. 10 പ്ലാസ്റ്റിക്കും 2 ഒറിജിനലും. ഇതാ കുത്തിയനെ ഇതേടിയിലുണ്ടായിരുന്നേ അറിയില്ലല്ലേ. അപ്പൊ അൻവി കളിക്കുന്നതും കൂടി വാങ്ങിയിട്ട് കളിക്കുന്ന നോക്കറ സൗണ്ട് അതിനെ കളിക്കാനും വിടൂല. ഇത്ര നേരം എനിക്ക് നല്ല വൃത്തിക്ക് അതിൻ്റെ അകത്ത് ഊതിയിട്ട് കളിച്ചോണ്ട് ഞാൻ അതൊന്ന് തുറന്നട്ടെ. ഒരിക്കൽ തുറക്കറോ അത് 2 മിനിറ്റ് നേമേ ഊതിത്തരുമെന്ന് ചോദിച്ചാന്ന്. ഇങ്ങോട്ടാ ഇതിന്റെ കുറ്റി അതിലേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അതെടുക്കണ്ടെങ്കിൽ ആ വെള്ളം കളയേണ്ടി വരും. എടുത്തോട്ടെ ഹാമി ഇപ്പൊ കിട്ടണമെന്ന് പറ കര. വെറുതെ മിറ്റം തേച്ചും മട്ടം കറങ്ങി നടക്കല്ലേ. ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തടാ. നിങ്ങളെ നാട്ടിലൊന്നും ഇത് പറയാന്നൊന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളെ നാട്ടിൽ പേടി ഇവളോട് ചോദിക്കും. കാപ്പക്ക. ഇത് നമ്മളെ നാട്ടില് കർമൂസ്. ഇത് നല്ല പാങ്ങുണ്ട് കാണേ.
അല്ലാണേ ഇത് കാസർഗോഡ്. നല്ലുണ്ട് നല്ല അതിൻ്റെ അർത്ഥം പാങ്ങ്. ആ പാങ്ങ്. ഇത് നല്ല പാങ്ങില്ല കാണാൻ വേണ്ടിയിട്ട് നോക്കിയാട്ടെ, നല്ല പാങ്ങുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് ചെടിക്ക് വെള്ളം നനച്ച് കഴിഞ്ഞ് തളർന്ന് ക്ഷീണിതയായി പാവം അവൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ഈടെ മോട്ടറും വെള്ളം വെച്ച് കരണ്ടും കഴിഞ്ഞ് മോട്ടറും കഴിഞ്ഞിട്ട് ആക്കുന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവിടെ ആ ചെടീൻ്റെ വലിപ്പലൊന്നും കാണിച്ചു കൊടുക്കും എത്ര ഉണ്ട് എന്നുള്ള. ഈ അടുക്കവരുണ്ട് ഈട് നോട്ടിട്ടൊന്നും കാണിച്ചു. ഇതിൻ്റെ മുകളിലും കൂടി ഒരു പ്ലാസ്റ്റിക് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വധിക്കും. ഇല്ല ഇതിൻ്റെ മുകളിലില്ല കേട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടി ചെയ്താലോ എന്നാ? പിന്നെ സ്ഥിരം പരിപാടിയല്ല, വെറൈറ്റി ആരും ചെയ്യാത്ത പരിപാടിയല്ലേ. ആ നമ്മൾ ഈ ഒരു ഫാമിലി തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ എന്തെങ്കിലും ഒരു ആഘോഷം 20K മുതൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ് ഇത്. മുടങ്ങാതെ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം തോന്നുന്നുണ്ട്. തുടക്കത്തിലേ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് നമ്മളെ ആ ഒരു മെയിൻ സംഭവം ഉണ്ട് പറഞ്ഞില്ലേ, അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ അങ്ങനെ ബാക്കിയുള്ളവരൊന്നും വിളിക്കുന്നില്ല. ഈ വീഡിയോയിൽ അമ്മ അപ്പുറത്ത് എവിടെയോ പോയിട്ടുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്ന ചേട്ടാ. ഇത് ആഘോഷിക്കണമെന്നേ ഉണ്ടായില്ല. ക്ഷമ അങ്ങേ അറ്റെത്തിയിട്ടുണ്ട്. ഇപ്പം തരാം. വെയിറ്റ്. നീ എന്നെ മുറിച്ചോട്ടാ. അമ്മ എന്നെ മുറിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മേനെ കാണിക്കാത്തത്. അമ്മ ഇപ്പോൾ ഇവിടെയില്ല, അപ്പുറത്തെ എവിടെയോ പോയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാം കൂടി അപ്ലോഡായി വരുമ്പോഴത്തേക്ക് ഞാനും കൂടി ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ഇനി വീഡിയോ തകർക്കും എന്നുള്ള നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം ഞാനുണ്ടല്ലോ. ഏത് ആ സാധനം നിങ്ങൾക്ക് എനിക്കെപ്പോൾ അറിയാം, അത് നിങ്ങൾ പറയുന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇനി പറയണ്ടെന്ന് ചോദിച്ചിട്ടാണ് ആദ്യമേ പറയുന്നത്. ഇത് തുടക്കത്തിൽ പറഞ്ഞിട്ട് കുറച്ചും കൂടി സമാധാനത്തോടെ ഇവർ ഈ വീഡിയോ മൊത്തം കാണുന്നു. ഈ വീഡിയോയോട് കൂടി പോകുന്ന ഞാനൊന്ന് പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് നമുക്ക് തുടങ്ങാം. അപ്പോൾ മടിയിലിരിക്കണോ? കേക്ക് അത്ര ഫസ്റ്റ് എൻ്റെ മൂക്ക് കേട്ടാ. ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ട് നമ്മൾ മുറിക്കുന്നതാണ്ട. നമ്മൾ മിറ്റത്ത് ഇങ്ങനെ താഴെ വന്ന് ഇരുന്നിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഇന്നത്തെ. കാരണം നമ്മൾ ഇന്നും ആ ടേബിൾ വെക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താക്കി മുറ്റത്തൊരു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും എഴുതിയില്ല. ഒരു സാധാരണ ഒരു കേക്ക് അങ്ങനെ വാങ്ങിയിട്ട് മുറിക്കുന്നത്. അതായത് മുറിച്ചോ എന്നാ പറയണ്ടേ ഇതിന്റെ പുറം ഹാപ്പി ഇനി വേറെന്നാ പറയാ. ആദ്യമായിട്ട് അൻവി മുറിച്ചത് കുറച്ച് വൃത്തിയായിട്ട് മുറിച്ചത്. ഇല്ലെങ്കിൽ ഒരു വെട്ട് മാത്രം കാണും. പിന്നെ ഫുള്ള് അൻവി ടച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം പെട്ടെന്ന് എടുത്ത് അമ്മയ്ക്ക് വലുതുവാണോ ചെറുതുവാണോ? ഓ എന്നാ ഇതാണ് പിടിച്ചോ. ഓ ബായ് നല്ല ഒലിക്കുന്ന ഇത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാലോ ചാനലിന്റെ മെയിൻ ആരാന്നൊന്നും അടുത്ത് തിന്നണ്ട ആരാന്നൊന്നും അല്ല നിങ്ങൾക്ക് അറിയാലോ. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മെയിൻ ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും അപ്പം നമ്മൾ രണ്ടാളും ഇവിടെ മെയിൻ ആകാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. നിങ്ങൾ ബാക്കി എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെയൊന്നുമില്ല. വേണ്ടിക്കെടുത്ത് തിന്നേക്കാം. രണ്ടാള് രണ്ട് സൈഡിൽ നിന്ന് നോക്കി നിൽക്കുന്നില്ല. ഇപ്പം കിട്ടും വേണം നിന്നെങ്കിൽ എടുത്തോളാ തിന്നോളൂ. അങ്ങനെയുണ്ട്. എല്ലാവരും പണിത്തിരക്കിലാണ്. നമുക്ക് മാത്രമേ പണിയില്ലാണ്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് യാതൊരു പണിയുമില്ലാത്ത അമ്മേനെ വിളിക്കാറ് പറയണം കേട്ടോ. ഇവർ രണ്ടാളും വന്ന് അമ്മേനെ ഇപ്പം വിളിക്കാണ്ടിരിക്കാൻ കാരണം ഞാൻ പറഞ്ഞു വേണേ അമ്മ വന്നിട്ട് രാവിലെ പറയുന്നുണ്ട്. നമ്മൾ രാവിലെ അപ്പൊ അമ്മ പോയ സമയം നോക്കിയിട്ട് വീഡിയോ എടുക്കാറുണ്ട്. അപ്പൊ ആ അമ്മ ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കാത്തു നിൽക്കാം. നിങ്ങൾ രണ്ടാളും ഇവർ രണ്ടാളും നിങ്ങൾ നല്ല രീതിയിൽ കമന്റ് പറയണം. എന്ത് മരുമക്കളെ നിങ്ങൾ ഒരു അമ്മേനെ അടക്കം കൂട്ടാണ്ട് ഈ ഫ്രെയിം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്താക്കി മനഃപൂർവ്വം ഈ വീഡിയോ കാണുമ്പോ അമ്മേന്റെ ആ ഒരു സങ്കടം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അത്യാവശ്യം പിന്നെ അല്ല നമ്മള് പറഞ്ഞിന് വൈകുന്നേരം ഇത് എടുക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിന്. പക്ഷെ ആ സമയത്ത് അമ്മ പോയിട്ട് വരുന്നതാണെന്നില്ല. അച്ഛൻ നേരത്തെ വന്ന് അമ്മ വരുന്നതാണെന്നില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഏതായാലും ഭയങ്കര ഹാപ്പിയാണ്. തമാശക്ക് എന്തെല്ലോ പറഞ്ഞതേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ 12M എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെ കുടുംബം അങ്ങനെ വളർന്ന് വലുതായി. ഇനി നമുക്ക് ചില ഇതിൻ്റെ നടുക്കൊരു 11M കഴിഞ്ഞു പോയി കേട്ടോ. അത് നമ്മളെ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിട്ടില്ലല്ലോ. വീഡിയോ എടുത്തില്ലല്ലോ. 11Mന്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഇപ്പം 12 ആയത് തന്നെ ഇപ്പം പറഞ്ഞുതരാൻ നമ്മൾ ശ്രദ്ധിച്ചത്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഇതായി പോവേ. അതുകൊണ്ട് ഞാനത് അറിയില്ല. എല്ലാം ഇന്ന് ഓരോ ദിവസം അതൊന്ന് ഒന്ന് ലാസ്റ്റ് അതിൻ്റെ ഒപ്പം കാണിച്ചു തരാം. റിയൽ ആയിട്ടുള്ള അമ്മേനെ, അതായത് വളരെ നിങ്ങൾ ഈ കാണുന്ന അമ്മയെ നിങ്ങൾ ഇതുവരെ പ്രശസ്തിയുടെ പട്ടം ചാർത്താത്ത അമ്മ സാധാരണ ഇങ്ങനെ വിറകെടുക്കാൻ പോക്കില്ല. ആടെയുള്ള വിറകെടുക്കാൻ വരുന്നവരെ പിന്നെ ആരാധന അവരെ ശല്യം കാരണം അമ്മ പോക്കില്ല. നമ്മൾ ഒക്കെ ഇങ്ങനെ
വല്ലപ്പോഴും വരുന്നത്. 2 എണ്ണത്തിന് അപ്പുറം ഇപ്പുറം ഇരുത്തിയിട്ടുണ്ട്. ഒരു പണിയും എടുക്കൂല പാവം. ഇത് എന്നിട്ട് നോക്കിയാട്ടെ, 2 അപ്പുറം ഇപ്പുറം പന പോലെ ഇരുന്നിട്ട് ഒരു പണിയും എടുക്കാണ്ട് പാവം എൻ്റെ അമ്മ വയസ്സാം കാലത്ത്. അയ്യോ ചിരിയും വരുന്ന കാശുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ എടുക്കണം, ഓടിപ്പോയിട്ട് എടുത്തോ, കാണിച്ചു കൊടുക്ക്, വേഗം കാണിച്ചു കൊടുക്ക്. കേക്ക് കൊടുക്ക് സാ. അമ്മമ്മക്ക് ഒരു കേക്ക് കൊടുത്താൽ മതി. ഇതാ ഇതിനൊരു BGM ഇട്ട് കൊടുക്കണേ. ടാടാ ടാടാ ടാടാ. ഇന്നാ മോനെ കൊണ്ടു കൊടുത്ത അമ്മക്ക് അങ്ങനെ തലേന്ന് കൊടുക്കണ. അമ്മ കൊടുക്കമ്മീ കൊടുക്കൂലല്ലേ? അങ്ങനെ വിറകോട് കൂടി അമ്മക്ക് കേട്ടാ. ഇത് നിങ്ങൾക്ക് ഏടിയും കാണാൻ കിട്ടൂല കേട്ടാ. ഇത് ആ ഏറെറിയുന്ന ഒച്ച കേട്ടില്ല നിങ്ങൾ ഇടാ. അത് അന്നക്ക് എന്റെ തലയിൽ തേച്ചും വേണം. സത്യം, നേരത്തെ വെള്ളം നനച്ച് നോക്കിയല്ലേ നമ്മള്. പക്ഷെ പ്ലാസ്റ്റിക് പൂ വെച്ച് നമ്മുടെ പ്ലാനിങ് അല്ലേ അത്? സത്യം പറയുന്നതാണ്, അത് അതിലുള്ളതല്ല കേട്ടോ. അത് സത്യമായിട്ട് അവിടെ വെച്ചതാണ്. ഞാനാ പറഞ്ഞ് ഇനി കേക്ക് കിട്ടാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല. എന്നാ തിന്നോ, കിട്ടിയില്ലേ? പഴത്തിന്റെ ചോയ പോലും നല്ല പഴത്തിന്റെ ചോയാണ്. ആ മരക്കഷ്ണം വിറക് കൊണ്ടുവന്ന് ഇട്ടാ കയ്യോടെ തന്നെ എടുത്ത് തിന്നിട്ട് അത് എന്തെങ്കിലും മറ്റേ പഴത്തിന് എന്തെങ്കിലും തൊട്ട് പോയിട്ടുണ്ടാവും അതിനകത്ത്. എന്നിട്ട് കയ്യിൽ നിന്ന് കഴുകാണ്ട് തിന്നിട്ട് നല്ല പഴത്തിന്റെ ചോയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒന്ന് സൈഡ് നിൽക്കുമോ? ഇത് മുമ്പിലൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിത് എങ്ങനെയാ പറയാ? മോനെ നിർത്താം എന്നാലും നമുക്ക്. നമ്മളേതായാലും വീഡിയോ നിർത്താൻ പോക്കാന്ന്. കുറേ എന്തെല്ലോ വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്തതാണ്. ഇങ്ങനെ വല്ലപ്പോഴും എല്ലാവരും ഒപ്പരം കിട്ടുന്ന ഒരു എമ്മടിക്കുന്ന സമയം വളരെ അപൂർവമായിട്ടേ കിട്ടുമല്ലോ. അവിടെ ഇന്ന് ഏതായാലും ആഘോഷിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണുന്നത് വരെ പറയുന്നില്ല, ബൈ ബൈ. ടാറ്റാ ബൈ ബൈ.